ഡോളർ 8 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിൽ. 8 ലക്ഷത്തോളം ഫെഡറൽ ജീവനക്കാർ ശമ്പളമില്ലാത്ത അവധിയിൽ. രാജ്യത്തിന്റെ അഭിമാനങ്ങളായ സ്മാരകങ്ങളും മ്യൂസിയങ്ങളും അടഞ്ഞു തന്നെ. ഒരാഴ്ചയായി തുടരുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ അവസാനിപ്പിക്കാൻ സമ്മർദ്ദം ഏറെയുണ്ടെങ്കിലും ആ വഴിക്കുള്ള ഒരു നീക്കവും ഇരുപക്ഷത്തു നിന്നും കാണുന്നില്ല. ഒബാമ കെയർ പിൻവലിക്കുകയോ നീട്ടിവെക്കുകയോ ചെയ്യാതെ ബജറ്റ് പാസാക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് റിപ്പബ്ലിക്കന്മാർ. ഒബാമ കെയർ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് പ്രസിഡന്റ് ഒബാമ ഇന്നും ആവർത്തിച്ചു. Pass a budget and the government shutdown, pay our bills, and prevent an economic shutdown. And as soon as that happens, I am eager and ready to sit down and negotiate with Republicans on a whole range of issues. സർക്കാരിന്റെ വായ്പാ പരിധി ഉയർത്തുന്നതിനുള്ള കാലാവധി ഒക്ടോബർ 17-ന് അവസാനിക്കുകയാണ്. പരിധി ഉയർത്തിയില്ലെങ്കിൽ രാജ്യം കടക്കണിയിലാകും. ഇതോടെ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥ കൂടുതൽ പരുങ്ങലിലാകും. പ്രതിസന്ധിക്കിടയിൽ ഇന്ന് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ് യോഗം ചേരുന്നുണ്ടെങ്കിലും തീരുമാനമൊന്നും ഉണ്ടാകില്ലെന്നാണ് സൂചന. ന്യൂസ്